ലാസ്റ്റ് കൊതി മൂത്തിട്ടുണ്ടല്ലോ, ഞാനും ട്രൈ ചെയ്തു കേട്ടോ. ഈ ഒരു ഒറ്റ ഐറ്റം മതി, വേറെ ഒരു കൂട്ടാനും വേണ്ട, വയറ് നിറയെ നമുക്ക് ചോറ് കഴിക്കാനായിട്ട് പറ്റും. ഒരു മീനിൻ്റെ പോലും ആവശ്യമില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 4 വറ്റൽമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ചൂടുവെള്ളത്തിലൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഞാൻ കാശ്മീരി ചില്ലിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ അതാ നമുക്ക് വേണ്ടത് വഴുതനങ്ങയാണ്. അപ്പോൾ വലിയൊരു വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ നമുക്കൊന്ന് സ്ലൈസ് ചെയ്തിട്ട് എടുക്കാം. ഞാനിവിടെ തയ്യാറാക്കിയെടുക്കുന്ന മസാല ഒന്ന് മുഴുവനായിട്ട് ഉണ്ടാക്കിയെടുക്കാനുള്ള മസാലയല്ല, 2 അതിൽ 2 പീസ് മാത്രം. ഇതുപോലൊരു 2 പീസ് എടുക്കാനുള്ള മസാല മാത്രമേ ഉണ്ടാക്കിയെടുക്കുന്നുള്ളൂ. അത് ഇതുപോലെ വിലങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വരഞ്ഞു കൊടുക്കാം. 2 സൈഡിലും ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം കേട്ടോ. മസാല ഉള്ളിലേക്ക് ശരിക്കും പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴേക്കും നമ്മുടെ കാശ്മീരി ചില്ലിയൊക്കെ നന്നായിട്ട് സോക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ വെള്ളം ഒഴിവാക്കിയിട്ട് അതിലേക്കൊരു 6-7 വെളുത്തുള്ളി അല്ലി, ഒരു 2 തണ്ട് കറിവേപ്പില, 1 ടീസ്പൂൺ മുഴുവൻ മല്ലി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. 1 ടീസ്പൂൺ വിനാഗിരിയും ചേർത്തിട്ട് ഇതുപോലെ പേസ്റ്റ് ആക്കിയിട്ടൊന്ന് അരച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് വഴുതനങ്ങയുടെ 2 സൈഡിലും നന്നായിട്ട് തന്നെ ഒന്ന് തേച്ച് പിടിപ്പിക്കുക കേട്ടോ. ഇതുപോലെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. ഞാൻ ഇവിടെ 2 പീസ് എടുത്തിട്ട് അത് വെച്ചിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഈ ഒറ്റ പീസ് തന്നെ മതി കേട്ടോ നമുക്ക് വയറ് നിറയെ ചോറുണ്ണാനായിട്ട്. ഇനി ഒരു പാൻ വെച്ച് വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്കിത് ഓരോന്നായിട്ട് വെച്ച് കൊടുത്തിട്ട് ചെറിയ തീയിലിട്ടിട്ട് വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഹൈ ഫ്ലെയിമിൽ ഇടരുത്, അപ്പോൾ മസാല പെട്ടെന്ന് കരിയും, ഉള്ളു വെന്ത് കിട്ടൂല. അപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. എന്നിട്ടൊന്ന് ഒരു ഭാഗമായി വരുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അതാ നമ്മുടെ ഐറ്റം സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ചോറിൻ്റെ മുകളിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതാണ്ട് കൂട്ടിക്കുഴച്ച് അങ്ങോട്ട് കഴിക്കുക. അടിപൊളി ടേസ്റ്റാണ്. മസ്റ്റ് ട്രൈ ആയിട്ടുള്ളൊരു ഐറ്റമാണ്. ട്രൈ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. ഇൻഷാ അല്ലാഹ് പുതിയ നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക്